ഹായ് ഫ്രണ്ട്സ്, മിച്ചം വന്ന 4 ചപ്പാത്തി കൊണ്ട് 4 പേർക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ ഡിന്നറായിട്ടൊരു റെസിപ്പിയാണിത്. സൂപ്പർ ടേസ്റ്റാണ്. തീർച്ചയായിട്ടും നിങ്ങളിത് ഉണ്ടാക്കി നോക്കണം. ഒരിക്കലും ഉണ്ടാക്കിയാൽ നിങ്ങൾ പിന്നെയും ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. ശരിക്കും വെറൈറ്റി ആയ ഈ ഡിഷ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. തങ്കം ഫാമിലി കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2 കഷ്ണം ചിക്കന് എല്ലൊക്കെ മാറ്റിയിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി അല്പം നാരങ്ങാനീരും ഉപ്പും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് അരമണിക്കൂർ വെച്ചതാണിത്. ഇത് ഒരു വലിയ സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്തത്, ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത്, തക്കാളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തത്, ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞെടുത്തത്, 3-4 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞെടുത്തത്, എല്ലാം ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. മല്ലിയില, ഇതൊരു പൊട്ടറ്റോ. അപ്പോൾ ഈ പൊട്ടറ്റോ ക്യാരറ്റ് അരിഞ്ഞതിന് ശേഷം പൊട്ടറ്റോ അരിഞ്ഞുകൊണ്ടാണ് അതൊരു ഓറഞ്ച് കളറിൽ ഇരിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്കൊരു ഫില്ലിംഗ് ആണ് ഉണ്ടാക്കിയെടുക്കാനുള്ളത്. അതിലേക്ക് ഒരു പാൻ വെച്ചിട്ട് ഒരു 3-4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് 1/2 ടീസ്പൂൺ ജീരകം ഇട്ട് അതൊന്ന് പൊട്ടി വരുമ്പോഴേക്കും നമുക്ക് സവാള വഴറ്റിയെടുക്കാം. അല്പം ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് വഴണ്ട് വരുമ്പോഴേക്കും അതിലേക്ക് പച്ചമുളകും ഇഞ്ചിയും ചേർക്കാം. ഇതിലേക്ക് ചേർക്കുന്ന കഷ്ണങ്ങളെല്ലാം ചെറുതായിട്ട് അരിഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക. ഞാൻ എടുത്തിരിക്കുന്ന ചിക്കൻ കഷ്ണം കുറച്ച് വലുതാണ്, അതുകൂടി ഒന്നുകൂടി ചെറുതാക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതെല്ലാം സവാളയും ഇഞ്ചിയെല്ലാം ഒന്ന് വഴണ്ട് ചുവന്ന് വരുമ്പോഴേക്കും തക്കാളി ചേർത്തിട്ടുണ്ട്. തക്കാളി കൂടി ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ച് തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞു വരുമ്പോഴേക്കും അല്പം മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഇതെല്ലാം കൂടെ ചേർത്ത് ഒന്നുകൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുമ്പോഴേക്കും നാരങ്ങാനീരും ഉപ്പും കൂടി ചേർത്ത് പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ കഷ്ണങ്ങൾ ചേർക്കാം. അപ്പോൾ ഈ ചിക്കൻ കഷ്ണങ്ങളിൽ നാരങ്ങാനീരും ഉപ്പും പുരട്ടി വെച്ചത് കൊണ്ട് വേഗം വെന്ത് കിട്ടിക്കോളും. ഇതൊന്നുകൂടി ചെറിയ കഷ്ണങ്ങളാക്കിയാൽ കൂടുതൽ നല്ലത്. ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് ഇളക്കി ആ മസാലയൊക്കെ ചിക്കനിലേക്ക് പിടിക്കുന്നത് വരെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. കുറച്ച് മല്ലിയില ചേർക്കാം. ഞാൻ എടുത്തു വെച്ചിരിക്കുന്നതിൻ്റെ ഒരു പകുതി ഭാഗം മല്ലിയില ചേർത്തിട്ടുണ്ട്. എല്ലാം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. ഇതുവരെയും ഗരം മസാല ചേർത്തിട്ടില്ല. ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്തിട്ടുണ്ട്. ചിക്കൻ ഒരു പകുതി വേവായിട്ടുണ്ട്. അതുവരെ നമ്മൾ ഇളക്കി അടച്ചൊക്കെ വെച്ചൊന്ന് വേവിക്കുക. ഇനി അതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ട്. അതുകൂടി ഒന്ന് ഇളക്കി നന്നായിട്ട് യോജിപ്പിച്ച് കഴിയുക. അപ്പോൾ ഈ ഉപ്പ് ആവശ്യമുള്ള അത്രയും ചേർക്കണം. ഒരു അല്പം ഉപ്പുള്ളതാണ് നല്ലത് കേട്ടോ. ഇനി അതിലേക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഉരുളൻകിഴങ്ങും ക്യാരറ്റും കൂടി ചേർക്കാം. ബാക്കി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയിലയുടെ ബാക്കി കൂടി ചേർക്കാം. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ മതി. അതും കൂടെ ഒഴിച്ച് ഇനി എല്ലാം കൂടെ ഒന്നും കൂടെ ഇളക്കിയിട്ട് അടച്ചു വെച്ച് വേവിക്കണം. അപ്പോൾ വെള്ളം കൂടി പോകരുത്. ചിക്കനൊന്ന് കുറച്ച് സമയം വഴറ്റുമ്പോൾ തന്നെ പകുതി വെന്ത് കിട്ടും. പിന്നെ ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിക്കുമ്പോൾ തന്നെ ഫുള്ള് നന്നായിട്ട് വെന്ത് കിട്ടും. ഒപ്പം ക്യാരറ്റും ഉരുളൻകിഴങ്ങൊക്കെ ഇതാണ്ട് ഇതുപോലെ എല്ലാം മിക്സായി വെന്ത് നല്ല കറക്റ്റ് ഫില്ലിങ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ചപ്പാത്തി എടുക്കാം. ഇത് ഞാൻ ചപ്പാത്തി ഇപ്പോൾ ഉണ്ടാക്കിയതാണ്. ഒരു 5 ചപ്പാത്തി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. 3 എണ്ണം ചെറുതും 2 എണ്ണം വലുതും. ഏറ്റവും അടിയിലും മുകളിലും വെക്കാനുള്ളതാണ് 2 വലിയ ചപ്പാത്തി. നടുക്ക് വെക്കാനുള്ളതാണ് ചെറിയ ചപ്പാത്തി. ഒരു നോൺ സ്റ്റിക്ക് പാത്രത്തിൽ വെച്ചിട്ടാണ് നമ്മൾ ഈ പലഹാരം ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ പാത്രത്തിൻ്റെ വലിപ്പം അനുസരിച്ചിട്ടുള്ളത് വേണം 3 ചപ്പാത്തി. അതിനേക്കാളും കുറച്ച് വലുത് വേണം 2 ചപ്പാത്തി. നമ്മുടെ ഈ പലഹാരത്തിന് വേണ്ടിയിട്ട് ഒരു ബാറ്റർ കൂടി ഉണ്ടാക്കാനുണ്ട്. 2 മുട്ടയും അല്പം ഉപ്പും കുറച്ച് ഗരം മസാലയും കുറച്ച് മല്ലിയിലയും കൂടി എടുത്ത് ഒന്ന് ബീറ്റ് ചെയ്യുക. അപ്പോൾ ഇത് 2 മുട്ട മാത്രം മതി. അപ്പോൾ ചപ്പാത്തിയുടെ എണ്ണം കുറവായതുകൊണ്ട് 2 മുട്ട മതി. ചപ്പാത്തിയുടെ വലിപ്പം വലിയ ചപ്പാത്തിയാണ് നിങ്ങൾ ഉണ്ടാക്കുന്നതെങ്കിൽ 1 മുട്ട കൂടി വേണ്ടി വരും. ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം അതിനൊന്ന് ചെറുതായിട്ടൊന്ന് ഡൈല്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ പാല് കൂടി ചേർക്കുന്നുണ്ട്. പാല് ചേർത്തിട്ട് കൂടുതൽ സമയം ഇളക്കണ്ട. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് എടുത്താൽ മതി. ഇപ്പോൾ ഞാൻ ഈ പാനിലാണ് ഈ പലഹാരം ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം അല്പം നെയ്യോ ഓയിലോ ഒന്ന് തടവി വെക്കുക. നോൺ സ്റ്റിക്ക് പാത്രം എടുക്കുന്നതാണ് കൂടുതലും നല്ലത്. ഒന്ന് തടവി വെച്ചതിന് ശേഷം അതിലേക്ക് ഈ അളവിലാണ് ഞാൻ 3 ചപ്പാത്തി ഉണ്ടാക്കിയിരിക്കുന്നത്. 2 ചപ്പാത്തി ഇതിനേക്കാളും വലുത്. 5 ചപ്പാത്തിയാണ് എടുക്കുന്നതെങ്കിൽ 4 ഫില്ലിങ് വേണ്ടി വരും. അപ്പോൾ 4 ഞാൻ ഫില്ലിങ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ചപ്പാത്തി സെറ്റാക്കാം. ചപ്പാത്തി ഓരോന്നും ആ എഗ് മിക്സിലേക്ക് ഇട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ആ ചപ്പാത്തിയുടെ പുറത്തെല്ലാം ആ മിക്സ് ഒന്ന് പുരട്ടിയ ശേഷം നമ്മുടെ പാനിലേക്ക് എടുത്ത് വെക്കുക. പാനിലേക്ക് ഇതുപോലെ. അപ്പം വലിയ ചപ്പാത്തി വെക്കുന്നതുകൊണ്ട് ഇതിൻ്റെ സൈഡൊക്കെ ഇതുപോലെ ഒന്ന് കയറി ഇരിക്കും. അങ്ങനെ കയറി ഇരിക്കണം. അപ്പോഴാണ് നമ്മുടെ ഈ പലഹാരത്തിന് നല്ലൊരു ഷേപ്പ് കിട്ടുന്നത്. ഇനി നല്ല സെറ്റാക്കി വെച്ചിട്ട് അതിലേക്ക് ഫില്ലിങ് ഇടുക. അപ്പം ഞാൻ ഈ ഫില്ലിങ് 4ആയിട്ട് ഡിവൈഡ് വെച്ച് ചെയ്തതിൽ നിന്ന് ഒരു ഭാഗം ഫില്ലിങ് ഇതിലേക്ക് ഇട്ടപ്പോൾ കുറവായിട്ട് തോന്നിയതുകൊണ്ട് ഞാൻ ഇതിൻ്റെ 4 ലെയർ ഉണ്ടാക്കുന്നില്ല, 3 ലെയറേ ഉണ്ടാക്കുന്നുള്ളൂ. അതുകൊണ്ട് കുറച്ച് ഫില്ലിങ്ങും കൂടെ കൂടുതൽ ചേർത്തിട്ട്
രണ്ടാമത്തെ ചപ്പാത്തി ഇതുപോലെ അത് ആ എഗ് മിക്സിൽ ഡിപ്പ് ചെയ്തെന്ന് വെച്ചാൽ നന്നായിട്ടൊന്ന് പുരട്ടി കൊടുക്കണേ. എന്നിട്ട് അതും കൂടി വെച്ചു. ഇനി അതിൻ്റെ മുകളിലും നമ്മൾ ബാക്കി ഫില്ലിങ് കൂടെ വെക്കുന്നു. അങ്ങനെ എല്ലാ ലെയറും വെച്ചതിന് ശേഷം ഏറ്റവും മുകളിൽ ആ വലിയ ചപ്പാത്തിയാണ് വെക്കുന്നത്. നന്നായിട്ട് ഡിപ്പ് ചെയ്തിട്ട് വെക്കണം. കണ്ടോ, ഇതുപോലെ ചപ്പാത്തി വലിയ ചപ്പാത്തിയാണ്. ഏറ്റവും അടിയിലും ഏറ്റവും മുകളിലും വലുത് വരണം. ഈ ചപ്പാത്തി അടിയിലിരിക്കുന്ന ചപ്പാത്തിയെ ഈ മുകളിലിരിക്കുന്ന ചപ്പാത്തി കൊണ്ട് നന്നായിട്ട് കവർ ചെയ്ത് കൊടുക്കുക. ഇനി അതിൻ്റെ മുകളിലേക്ക് ബാക്കിയുണ്ടെങ്കിൽ ആ മുട്ട മിക്സ് കൂടി ഒഴിച്ചതിന് ശേഷം ആ സൈഡിലേക്ക് കൂടിയൊക്കെ ഒന്ന് ഒഴിച്ച് നന്നായിട്ടൊന്ന് ഫില്ല് ചെയ്തെടുക്കുക. സ്പാച്ചില കൊണ്ട് അതിൻ്റെ മുകളിലൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൂടി കൊടുക്കുകയാണെങ്കിൽ കൂടുതൽ നല്ല ഷേപ്പായിട്ട് തന്നെ കിട്ടും. ഇപ്പോൾ നമ്മളതാണ്ട് കറക്റ്റായിട്ട് എല്ലാം ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു സ്റ്റൗവിൻ്റെ മുകളിലേക്ക് വെക്കാം. അപ്പോൾ സ്റ്റൗവിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് ആദ്യം ഒരു 30 സെക്കൻഡ് തീ നല്ലപോലെ ഇട്ടതിന് ശേഷം ഇതേ ഫ്ലെയിമിൽ ഇടുക. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് വേവിച്ചെടുക്കാൻ. ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുക. ഒരു 3-4 മിനിറ്റ് കഴിയുമ്പോൾ പതുക്കെ ഒന്ന് മൂടി ഇളക്കിയിട്ട് ഇങ്ങനെ ഒന്ന് ഇളക്കി നോക്കുക. അടിയിൽ നിന്ന് ഇളകി വരുന്നുണ്ടെങ്കിൽ അതിനെ ഇനി നമുക്ക് മറ്റൊരു പാനിലേക്ക് അല്പം നെയ്യോ എണ്ണയോ തേച്ചിട്ട് അതിലേക്ക് ഫ്ലിപ്പ് ചെയ്തിട്ട് മറ്റേ സൈഡ് കൂടി വേവിച്ചെടുക്കാം. മുകൾ ഭാഗം കൂടി വേവിച്ചെടുക്കണം. അപ്പം നമ്മളൊരു സ്പാച്ചില കൊണ്ട് പതുക്കെ ഇളക്കി നോക്കുമ്പോൾ മനസ്സിലാവും അടിയിൽ നിന്ന് അത് ഇളകി വരുന്ന, അടി വെന്ത് കഴിഞ്ഞ് ഇതുപോലെ മുരിഞ്ഞ് വന്നു കഴിഞ്ഞാൽ അത് പതുക്കെ ഇളകി വരും. അപ്പോഴാണിത് വേറൊരു പാനിലേക്ക് നമ്മൾ ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കുന്നത്. അത് പിന്നെ ഒന്നുകൂടി ഞാൻ ഫ്ലിപ്പ് ചെയ്ത് മറ്റേ സൈഡ് ഒന്നുകൂടി ഒന്ന് മുരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പലഹാരം റെഡിയായി കിട്ടിയിട്ടുണ്ട്. കണ്ടോ, ഇതേ ഷേപ്പ് വരാൻ വേണ്ടിയിട്ടാണ് മുകളിലെയും അടിയിലെയും ആ ചപ്പാത്തി വലുതാക്കി എടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നല്ല ഷേപ്പിൽ കിട്ടും. ഇല്ലെങ്കിൽ നമുക്ക് സൈഡ് നോക്കുമ്പോൾ ഒരു ലെയർ പോലെ തോന്നും. കണ്ടോ, ഇതൊക്കെ കണ്ടോ നല്ല ഫില്ലായി കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മുടെ ഈ പലഹാരം വളരെ നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളിത് ഒരിക്കലെങ്കിലും ഉണ്ടാക്കി നോക്കണം. നല്ല സോഫ്റ്റാണിത്. ഇതിനി ഒന്ന് മുറിച്ചുകൂടി കാണിക്കാം. അപ്പോൾ നമ്മൾ വെറും 4 ചപ്പാത്തി കൊണ്ടിട്ടാണ് ഈ പലഹാരം ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് 4 പീസായിട്ട് ഞാൻ മുറിച്ചു. ഇതിൽ ഒരു പീസ് കഴിക്കുമ്പോൾ തന്നെ നമുക്ക് നല്ലപോലെ വയറ് നിറയുന്നുണ്ട്. നിങ്ങൾ കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ ഇതിൻ്റെ ചപ്പാത്തിയുടെ വലിപ്പം ഒന്ന് കൂട്ടിയെടുക്കുന്നതാണ് നല്ലത്. ലെയർ കൂടുതലെടുക്കുമ്പോൾ നടുക്കുള്ള ലെയറിലെ ആ മുട്ടയൊക്കെ ചിലപ്പം വെന്ത് കിട്ടാൻ താമസം വരും. അല്ലെങ്കിൽ കൂടുതൽ വേവിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൂടുതൽ സമയം വയ്ക്കുമ്പോൾ അത് ഏറ്റവും അടിയിലെ ലെയർ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ചിക്കൻ കഴിക്കാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു 3 മുട്ട എടുത്ത് സ്ക്രാമ്പിൾ ചെയ്തിട്ട് ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം. ചിക്കന് പകരം മുട്ട ചേർക്കണമെന്ന് മാത്രം. ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും കമൻറ്റും ഷെയറൊക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. അതാണ് മെയിൻ. അത്രയ്ക്ക് ടേസ്റ്റാണ്. അതുകൊണ്ടാണ് ഞാൻ പിന്നെയും പറയുന്നത്. മറ്റൊരു റെസിപ്പിയുമായി വരുന്നവരെ സ്റ്റേ ഹെൽത്തി ആൻഡ് ഹാപ്പി. താങ്ക് യു.